നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ഭഗവാന് പക്ഷഭേദം ഉണ്ടോ എന്ന്. ദേവന്മാരോട് അനുകൂലമായ പക്ഷം, അസുരന്മാരോട് പ്രതികൂലമായ പക്ഷം, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. ദേവന്മാർ മിക്കവാറും സമയത്തൊക്കെ വിജയിച്ച് കാണാനുണ്ട്. കഥയിൽ നിന്ന് അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാന് ഒരു പക്ഷേ ദേവന്മാരോട് പക്ഷഭേദം ഉണ്ടായിട്ടാവാം. പക്ഷെ ഭഗവാൻ പറയാറുള്ളത് അങ്ങനെയല്ല. സമോഹം സർവഭൂതേഷു എന്നാണ്, എല്ലാവരിലും ഞാൻ ഒരുപോലെ എന്ന്. അതിനെക്കുറിച്ചാണ് ഇവിടെ പരീക്ഷിത്തിന്റെ ആശങ്ക. ശ്രീശുകൻ പറയുന്നു ഭഗവാന് പക്ഷഭേദം ഇല്ല എന്ന്. ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വിജയിക്കും തോൽക്കും. അതെപ്പോഴാ? സത്വഗുണം വർദ്ധിച്ചു വരുന്ന കാലത്ത് ദേവന്മാർ വിജയിക്കും, രജോ ഗുണം വർദ്ധിക്കുന്ന കാലത്ത് അസുരന്മാർ ജയിക്കും, തമോ ഗുണം വർദ്ധിക്കുന്ന കാലത്ത് രാക്ഷസന്മാർ ജയിക്കും. അപ്പൊ ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ഈ വിജയവും പരാജയവും ഒക്കെ മാറി മാറി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഭഗവാന് പ്രത്യേകിച്ച് നേരിട്ട് പങ്കൊന്നുമില്ല. ഈ സൂര്യൻ ഒരു ദിക്കിൽ നിൽക്കണല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രകാശം, അപ്പൊ മറുവശത്തോ ഇരുട്ട്. സൂര്യന് പക്ഷഭേദമുണ്ടോ? ഇല്ലല്ലോ. ഭൂമി ഒന്നിങ്ങോട്ട് തിരിഞ്ഞു വന്നാൽ ഇതേവരെ പ്രകാശം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുട്ടാവും, ഇതുവരെ ഇരുട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രകാശമാകും. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ആ സ്ഥലത്ത് പ്രകാശം വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിനോട് സൂര്യന് പ്രത്യേകിച്ച് ഒരു പക്ഷഭേദം അങ്ങനെയൊന്നില്ല. ആകാശത്തിൽ മഴക്കാറ് വന്നാൽ മഴ പെയ്യാറുണ്ട്. മഴ പെയ്യുമ്പോൾ ചില വിത്തുകൾ പൊടിച്ചു വരാറുണ്ട്, ചില വിത്തുകൾ ചീഞ്ഞു പോവാറുണ്ട്. മഴയ്ക്ക് പക്ഷഭേദമുണ്ടോ? ഇല്ല. മഴ എന്ന സാധാരണ കാരണം എല്ലാ വിത്തിലും ഒരുപോലെയാണ് വീഴുന്നത്. പക്ഷെ ഓരോ വിത്തിൻ്റെ ഉള്ളിൽ ഒരു വിശേഷ കാരണമുണ്ട്. അത് പ്രകാരമാണ് ഒന്ന് ചീഞ്ഞു പോണതും മറ്റൊന്ന് നന്നായി പൊടിച്ചു വരണതും. അപ്പം നല്ല വിത്താവണം, എന്നാൽ പൊടിച്ചു വരും എന്നർത്ഥം. ഇതുപോലെ ഭഗവാന്റെ അനുഗ്രഹമഴ എല്ലാവരിലും ഇങ്ങനെ സദാസമയവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സൽക്കർമ്മം ചെയ്യണം, ഭഗവാനെ വിളിക്കണം. ഇതൊക്കെ ചെയ്താൽ ആ അനുഗ്രഹം അനുഭവപ്പെടും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടില്ല എന്ന് വരും. അത്രയേ ഉള്ളൂ കാര്യം. ഭഗവാന് പക്ഷഭേദം ഉണ്ടായിട്ടല്ല. ഇനി ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാനെ വിളിക്കാനും അത് ആര് തയ്യാറുണ്ട് അവർക്കൊക്കെ ആ അനുഗ്രഹ മഴ അനുഭവപ്പെടും നല്ലോണം. അതിപ്പോൾ ദേവനായാലും കൊള്ളാം, അസുരനായാലും കൊള്ളാം, മനുഷ്യനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഏതായാലും ഈ ചോദ്യം ചോദിച്ചത് നന്നായി. ശ്രീശുകൻ പറയാണ്, പണ്ട് അങ്ങയുടെ മുത്തച്ഛനായ ധർമ്മപുത്രനും ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചു. ഭഗവാന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങ് ചോദിച്ചത്. അതേപോലെ തന്നെയാണ് അദ്ദേഹവും ചോദിച്ചത്. അതെപ്പോഴാന്ന് വെച്ചാൽ രാജസൂയ സദസ്സിൽ വെച്ചാണ്. ധർമ്മപുത്രർ ശ്രീകൃഷ്ണനെ അഗ്രാസനത്തിലിരുത്തി പൂജിച്ചു ഭക്തിയോടുകൂടി. ശിശുപാലൻ ശ്രീകൃഷ്ണനെ ചീത്ത പറഞ്ഞു. ഭഗവാൻ ശിശുപാലന്റെ കഴുത്തങ്ങട് വെട്ടി. അപ്പോൾ വലിയൊരു ചോരപ്രളയമൊന്നും അല്ല ഉണ്ടായത്. ശിശുപാലന്റെ ജീവാത്മാവ് ഭഗവാന്റെ മേൽ ചെന്ന് അങ്ങോട്ട് വിലയം പ്രാപിച്ചു. അതെല്ലാവരും കണ്ടു. പ്രത്യക്ഷമായിട്ട് സായുജ്യമുക്തിയായിരുന്നു. അത് കണ്ടപ്പോഴാണ് ധർമ്മപുത്രർക്ക് ആശയക്കുഴപ്പമുണ്ടായത്. ഈ ശിശുപാലൻ സംസാരിച്ചു തുടങ്ങിയ ദിവസം മുതലൊക്കെ കൃഷ്ണനെ ചീത്ത പറയേണ്ടായിട്ടുള്ളൂ. ചീത്ത പറഞ്ഞ ശിശുപാലന് ഇങ്ങനെ സായുജ്യമുക്തിയോ? തൊട്ടടുത്ത് നാരദ മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു. നാരദ മഹർഷി അപ്പം പറഞ്ഞു, ഇതേവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഈ ശിശുപാലൻ ആരാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടായത്. പണ്ട് ഭഗവാന്റെ ലോകത്തിൽ 2 പരിഷുതന്മാരുണ്ടായിരുന്നു, ജയവിജയന്മാർ എന്ന് അവർക്ക് പേര്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാര് ഭഗവാനെ ദർശിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഈ ജയവിജയന്മാര് തടുത്തു നിർത്തി അവരെ. മഹർഷിമാരെ ശാപത്തിന് അവർ പാത്രീഭവിച്ചു. അങ്ങനെ അവർക്ക് അസുരന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും ജനിക്കേണ്ടി വന്നു. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശിശുപാലൻ ആദ്യം ആ ശാപം കൊണ്ട് ജനിച്ചത് ഹിരണ്യകശിപുവായിട്ടാണ്. ഭഗവാൻ നരസിംഹമായി അവതരിച്ചിട്ടാണ് ഹിരണ്യകശിപുവിനെ വധിച്ചത്. പിന്നെയും ഇയാൾ ജനിച്ചു.
രാവണനായിട്ട് ഭഗവാൻ ശ്രീരാമനായി അവതരിച്ച് രാവണനെ വധിച്ചു. അങ്ങനെ മൂന്നാമതാണ് ശിശുപാലനായി ജനിച്ചത്. ഇനി ഇയാൾക്ക് ജന്മമില്ല, കാരണം സായുജ്യമുക്തി അടയ കഴിഞ്ഞു. ധർമ്മപുത്രർ അപ്പോൾ പറഞ്ഞു, ഭഗവാൻ നരസിംഹമായി അവതരിക്കുക അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു കഥ. എന്നെപ്പോലെ വേറെ ചിലരൊക്കെ ഉണ്ടാവാം ഈ കഥ കേൾക്കാത്തവരായിട്ട്. ഇതാണെങ്കിൽ രാജസൂയ സദസ്സ്, ആ കഥ ഇവിടെ വച്ച് ഒന്ന് വിസ്തരിച്ച് പറയണം എന്നായി ധർമ്മപുത്രർ. നാരദ മഹർഷി വേദിയിൽ അങ്ങോട്ട് കയറിയിരുന്നു. വീണ നല്ലോണം ഒന്നങ്ങോട്ട് മീട്ടി. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടിയിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി നരസിംഹാവതാര കഥാപ്രഭാഷണം ആരംഭിച്ചു. നാരദ മഹർഷി നരസിംഹാവതാര കഥ രാജസൂയ സദസ്സിൽ ഇരുന്നിങ്ങനെ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ ഉണ്ടായിരുന്നു. പണ്ട് നരസിംഹമായി അവതരിച്ച ആൾ തന്നെ നേരിട്ട് ശ്രോതാവായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി നമുക്കും നരസിംഹാവതാര കഥയിലേക്ക് കടക്കാം. എവിടുന്ന നരസിംഹാവതാര കഥ തുടങ്ങുക? പ്രാതരേവം വിനിഹതയെ. ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചു, ഹിരണ്യാക്ഷനെ വധിച്ചു. അതിനെ തുടർന്ന് ഹിരണ്യാക്ഷന്റെ ജ്യേഷ്ഠനായ ഹിരണ്യകശിപു അസുരന്മാരെ വിളിച്ചുകൂട്ടി ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് പ്രതിജ്ഞ ചെയ്തു. മഹാവിഷ്ണുവിന്റെ മാർവിടത്തിൽ ഈ ശൂലം ഞാൻ കുത്തിക്കോർക്കും, മഹാവിഷ്ണുവിന്റെ രക്തം കൊണ്ട് എൻ്റെ അനുജന് ഞാൻ തർപ്പണം ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാവാക്യം. അത് കേട്ട് അസുരന്മാരൊക്കെ കൈയടിച്ചു. വീരന്മാരായാൽ ശത്രുവിനോട് പകവീട്ടണം, ഇങ്ങനെ തന്നെ വേണം എന്നായി എല്ലാവരും. പക്ഷേ ഹിരണ്യകശിപുവിനറിയാം മഹാവിഷ്ണുവിനോട് ഏറ്റുമുട്ടണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ശക്തി സംഭരിക്കണം എന്ന്. തപസ് ചെയ്യുക, കുറേയും കൂടി ശക്തി സംഭരിക്കണം. വേഗം അന്തഃപുരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അമ്മ ഹിരണ്യാക്ഷന്റെ വിധവ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കരയായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ മഹാവിഷ്ണുവിനെ കൊല്ലാൻ നിശ്ചയിച്ചു, അതിനുവേണ്ടി ശക്തി സംഭരിക്കാൻ പുറപ്പെടുകയാണ്, തപസ്സിനാണ് ഇപ്പം ഞാൻ പുറപ്പെടുന്നത്. നിങ്ങളാരും കരയൊന്നും വേണ്ട, ഹിരണ്യാക്ഷൻ മരിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു. ഹിരണ്യകശിപു അവിടുന്ന് അത് പുറപ്പെടുകയും ചെയ്തു. എന്നിട്ട് മന്ദരപർവ്വതത്തിൽ കയറിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്. അതിഗംഭീര തപസ് തന്നെയായിരുന്നു കേട്ടോ. കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി ആകാശത്തിലേക്ക് ദൃഷ്ടിയുറപ്പിച്ച് രണ്ട് കൈയും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ പിടിച്ച് ഇങ്ങനെയായിരുന്നു തപസ്. എന്തൊരു ഏകാഗ്രതയായിരുന്നു. ഉറുമ്പുകളും ചെതലുകളും വന്ന് ആ ശരീരം തിന്നിടങ്ങി. എന്നിട്ടും അദ്ദേഹം അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വെറും അസ്ഥികൂടം മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടായി. എന്നിട്ടും അദ്ദേഹം തപസ്സിൽ നിന്ന് ഉണർന്നില്ല. ഇങ്ങനെ കുറേ കാലങ്ങൾ. ഒരു ദിവസം ബ്രഹ്മാവ് പുറപ്പെട്ടു ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലേക്ക്. കമണ്ടയൂല് വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് കയ്യിൽ വെള്ളം എടുത്തു. എന്നിട്ട് ആ അസ്ഥികൂടത്തുമ്മൽ ഒന്ന് തളിച്ചു. അതോടുകൂടി ഹിരണ്യകശിപുവിന് പൂർവാധികം ഓജസ്സും തേജസ്സും വീര്യവും ഒക്കെയുള്ള ഒരു ശരീരം തിരിച്ചു കിട്ടി. ബ്രഹ്മാവ് സ്വയം പരിചയപ്പെടുത്തി, ഞാനാണ് ബ്രഹ്മാവ്, എന്താണ് വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ഹിരണ്യകശിപു വരം ചോദിച്ചു. അങ്ങ് സൃഷ്ടിച്ചവരാരും എന്നെ കൊല്ലരുത്. ശരി എന്ന് പറഞ്ഞു. മതിയായില്ല, പിന്നെയും വരം ചോദിക്കാൻ തുടങ്ങി. എന്നെ ദേവന്മാരാരും കൊല്ലരുത്, മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്തിൽ വെച്ച് കൊല്ലരുത്, പകൽ സമയത്ത് കൊല്ലരുത്, രാത്രി സമയത്ത് കൊല്ലരുത്, ജീവനുള്ള സാധനം കൊണ്ട് കൊല്ലരുത്, ജീവൻ ഇല്ലാത്ത സാധനം കൊണ്ട് കൊല്ലരുത്. ബ്രഹ്മാവ് പകച്ചുപോയി. ഹിരണ്യകശിപു അനവധി വരങ്ങൾ ചോദിച്ചു. ഒടുക്കം ബ്രഹ്മാവ് പറഞ്ഞു, താതയമേ ദുർലഭാഹ പുംസാം. ഇങ്ങനെയൊന്നും ആരും എന്നോട് വരം ചോദിക്കേണ്ടായിട്ടില്ല, ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല ഇത്തരം വരങ്ങളൊക്കെ. എല്ലാം താൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിക്കും എന്നും പറഞ്ഞു. ബ്രഹ്മാവ് മറഞ്ഞുപോയി. ഹിരണ്യകശിപു കയ്യിൽ ഗതയെടുത്തുകൊണ്ടാണ് നേരെ സ്വർഗലോകത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നത് തന്നെ. ദേവന്മാര് കിടുകിട്ട് വിറച്ചുപോയി. ദേവേന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് അടങ്ങിയിട്ടു. ഹിരണ്യകശിപു ആ സിംഹാസനത്തിൽ വന്നങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് ഉറക്കെ ഗർജിച്ചുകൊണ്ട് ഒരു കൽപ്പന, നിങ്ങളൊക്കെ എൻ്റെ ദാസന്മാരെ പോലെ വേണം ഇനി ജീവിക്കാൻ. എല്ലാവരും ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ വീണങ്ങട് നമസ്കരിച്ചു. ലോകപാലന്മാർ പോലും ഹിരണ്യകശിപുവിൻ്റെ ദാസന്മാരെ പോലെയായി. അങ്ങനെ അനായാസം സ്വർഗലോകം കീഴടങ്ങി. ഏറെ താമസിയാതെ കണ്ട് ഭൂമിയും ഭൂമിയുടെ അധോലോകങ്ങളും ഒക്കെ ഹിരണ്യകശിപുവിൻ്റെ അധീനത്തിലായി. പിന്നെ മഹാവിഷ്ണുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. സ്വർഗലോകത്തിൽ അന്വേഷിച്ചു, ഭൂമിയിൽ അന്വേഷിച്ചു, പാതാളത്തിൽ അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഒളിച്ചു താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അല്ല, വനാന്തരങ്ങൾ, ഗുഹകൾ, അവിടെയൊക്കെ വിശേഷാൽ അന്വേഷിച്ചു. ഇതിനിടയ്ക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ കയറിയിരുന്നു.
അദ്ദേഹം സ്വന്തം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിണ്ടായില്ല. 4 പുറം നോക്കി, ഒരു ദിക്കിലും കണ്ടില്ല. ഓരോ സ്ഥലത്ത് പോയിട്ടും മഹാവിഷ്ണുവിനെ യുദ്ധത്തിന് വിളിച്ചു നോക്കി. ഒരു യുദ്ധവീരനാണെങ്കിൽ വരാതെ കണ്ടിരിക്കില്ല. അതിന് പാകത്തിനൊക്കെ അദ്ദേഹം പോർവിളി നടത്തി. എന്നിട്ടും മഹാവിഷ്ണുവിനെ കണ്ടില്ല. ഏകദേശം തീർച്ചപ്പെട്ടു മഹാവിഷ്ണു ഇന്ന് ജീവിച്ചിരിക്കണില്ല എന്ന്. ഇനി അഥവാ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ തന്നെ എവിടെയോ ഒളിച്ചു താമസിക്കുകയാണ്, തന്നെ പേടിച്ച്. മഹാവിഷ്ണു ഇന്ന് ലോകരംഗത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് ആരാ ലോകനാഥൻ? സംശയിക്കാനില്ല, താൻ തന്നെയാണ് ലോകത്തിൻ്റെ മുഴുവനും നാഥൻ. അത് സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ ഇതൊക്കെ കീഴ്മേൽ മറിക്കും എന്ന് ആദ്യം അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. അന്യഥേദം വിധാസ്യേഹം എന്നാണ്. ഒക്കെ കീഴ്മേൽ മറിക്കണം. ഇതേവരെ നല്ലതെന്ന് വിചാരിച്ചിരുന്നതൊക്കെ നാളെ മുതൽക്ക് തിന്മയായിട്ട് പ്രഖ്യാപിക്കുക. ഇതേവരെ തിന്മയായിട്ട് വിചാരിച്ചതൊക്കെ നന്മയായിട്ട് പ്രഖ്യാപിക്കുക. ഇങ്ങനെയായി ഹിരണ്യകശിപുവിൻ്റെ ഓരോരോ ഏർപ്പാടുകൾ. പോരാ, ഇനി മുതൽക്ക് ആരും മഹാവിഷ്ണുവിൻ്റെ നാമം ചെല്ലരുത്, മഹാവിഷ്ണുവിനെ പൂജിക്കരുത്, മഹാവിഷ്ണുവിനെ ധ്യാനിക്കരുത്. ഇങ്ങനെ പുതിയ പുതിയ കൽപ്പനകളും. ആളുകൾക്ക് ഈ പഴയ സമ്പ്രദായം അനുസരിച്ച് വൈകുന്നേരം ആകുമ്പോൾ ആൽത്തറയിലിരിക്കുക, കാറ്റും കൊള്ളാം, മഹാവിഷ്ണുവിൻ്റെ കഥയും പറയാം. ഇങ്ങനെ ഉണ്ടല്ലോ കുറച്ച് ആളുകൾ. അത്തരം കഥകളൊന്നും പറയരുത് എന്നാണ് കൽപ്പന. എന്നാലും ചില ആളുകൾ പഴയ പരിചയം വെച്ചുകൊണ്ട് ആൽത്തറയിലിരിക്കും. എന്നിട്ട് ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കഥ പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിന് തീർച്ചയായി ഈ മരം ഇവിടെ ഉള്ളിടത്തോളം കാലം കഥ പറയൽ ഒഴിവാവില്ല. അതുകൊണ്ട് അടുത്ത കൽപ്പനയാണ് ആൽമരം മുഴുവനും വെട്ടിക്കളയുക എന്ന്. അങ്ങനെയായിത്തീർന്നു. ക്രമേണ എങ്ങനെയായി? മഹാവിഷ്ണുവിൻ്റെ കഥ പറയാനാരുമില്ല, മഹാവിഷ്ണുവിൻ്റെ നാമം ചെല്ലാനാരുമില്ല, മഹാവിഷ്ണുവിനെ ആരും പൂജിക്കണില്ല. ഇനി പൂജിക്കണം എന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിന് വിരോധമൊന്നുമില്ല. വിഷ്ണവേ നമ എന്ന് പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഹിരണ്യായ നമ എന്ന് പറഞ്ഞ് പൂജിക്കാം. ശാന്താകാരം ഭുജകശയനം എന്നൊക്കെയുള്ള ശ്ലോകം ചൊല്ലി മഹാവിഷ്ണുവിനെ ധ്യാനിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ധ്യാനിക്കണമെങ്കിൽ ഹിരണ്യകശിപുവിനെ ധ്യാനിക്കാം. ഹിരണ്യകശിപു സ്വർഗലോകത്തിൽ ഒരു സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ഭാവന ചെയ്യാം. ധ്യാനം അങ്ങനെയാണ്. ചിലരിങ്ങനെ മദ്യം പകർന്നു കൊടുക്കണു. ഹിരണ്യകശിപു മദ്യം കുടിക്കണു. കുടിച്ച് 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 കുറച്ച് കഴിഞ്ഞാൽ തലയിങ്ങനെ കുറേശ്ശെ ആടിത്തുടങ്ങും. കണ്ണിങ്ങനെ ഒരു ദിക്കിൽ ഉറച്ചു നിൽക്കാതെ കണ്ടാവും. സർവത്ര മദ്യത്തിൻ്റെ ഗന്ധവും ഇങ്ങനെയാവും. ഇതാണ് ഹിരണ്യകശിപുവിൻ്റെ ധ്യാന ശ്ലോകം. തമംഗമത്തം മധുനോരുഗന്ധിന വിവൃത്തതമ്രക്ഷം അശേഷധിഷ്ണ്യപാഹ. ശാന്താകാരം ഭുജകശയനം എന്ന ധ്യാനശ്ലോകത്തിന് പകരമാണ് തമംഗമത്തം മധുനോരുഗന്ധിന എന്ന് ഹിരണ്യകശിപുവിൻ്റെ ധ്യാനശ്ലോകം. നാരദ മഹർഷി പറയാ, ധർമ്മപുത്രരെ 3 പേരൊഴികെ ബാക്കി എല്ലാവരും അന്ന് ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞുപോയി. ത്രിമൂർത്തികൾ മാത്രം അങ്ങനെ പറയണ്ടായില്ല. അങ്ങനെ ആയിരുന്നു ഹിരണ്യകശിപുവിൻ്റെ ആ കൽപ്പന. ശരിക്കും കല്ലെ പിളർക്കുന്ന കൽപ്പന എന്ന് തന്നെ വേണം അതിനെപ്പറ്റി പറയാൻ. അക്കാലത്ത് ഉഴയും വിതയ്ക്കൊന്നും വേണ്ട. ഭൂമിക്ക് കൽപ്പന കൊടുത്താൽ മതി. നെല്ല് വിളയട്ടെ എന്ന് കൽപ്പിച്ചാൽ നെല്ല്, ഗോതമ്പ് വിളയട്ടെ എന്ന് കൽപ്പിച്ചാൽ ഗോതമ്പ്. സമുദ്രത്തിന് കൽപ്പന കൊടുത്താൽ മതി. രത്നങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ തിരമാലകളാകുന്ന കൈകളെ കൊണ്ട് സമുദ്രം രത്നങ്ങൾ കൊണ്ടുവരും. ഹിരണ്യകശിപുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനോ ചോദ്യം ചെയ്യാനോ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രയും വലിയ ആജ്ഞാശക്തി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഉപയോഗിച്ചില്ല. അതിന് പകരം ഭക്തന്മാരെ ദ്രോഹിക്കാനാണ് ഉപയോഗിച്ചതൊക്കെ. വിശേഷിച്ച് ദേവന്മാരെ കണ്ടമാനം ദ്രോഹിച്ചു. അവർക്ക് നിക്കക്കള്ളിയില്ലാതെ കണ്ടായി. എല്ലാവരും ഒരു ദിക്കിൽ യോഗം ചേർന്നു. എന്നിട്ട് ഭഗവാനെ ഒന്ന് സ്മരിച്ചു. പെട്ടെന്ന് അവരെ ഒരു ശബ്ദം കേട്ടു ഹൃദയത്തിൽ. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രയേഷു സാധുഷു. ദേവന്മാരുടെ നേർക്ക്, വേദങ്ങളുടെ നേർക്ക്, വിശിഷ്ടന്മാരായ ജ്ഞാനികളുടെ നേർക്ക് എന്ന് അവൻ ദ്രോഹം തുടങ്ങണോ അന്നു മുതൽക്ക് അവൻ നശിക്കാനും തുടങ്ങും. പ്രത്യേകിച്ച് നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ, ആരോടും വൈരബുദ്ധിയില്ലാത്ത പ്രശാന്തനായ മഹാത്മാവായ സ്വന്തം പുത്രനായ പ്രഹ്ലാദനെ എന്ന് അവൻ ദ്രോഹിക്കണോ അന്ന് ഞാൻ അവനെ വധിക്കും. ഭഗവാന്റെ വാക്കാണ്. ദേവന്മാർക്ക് ബുദ്ധിയായി. അവർ നോക്കി ഹിരണ്യകശിപുവിന് പുത്രന്മാർ ജനിച്ചോ എന്ന്. അപ്പോഴേക്കും 4 പുത്രന്മാർ ജനിച്ചു കഴിഞ്ഞു. ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ. 4ാമത്തെ പുത്രനാണ് പ്രഹ്ലാദൻ. സാധാരണ അസുരബാലന്മാരെ പോലെ ഒന്നുമല്ല പ്രഹ്ലാദന്റെ വളർച്ച. 3 വയസ്സ് ഇത്രയായിട്ടുള്ളൂ. അക്കാലത്ത് തന്നെ കളിപ്പാട്ടം കൊടുത്താൽ വേണ്ട, ഒക്കെ വലിച്ചെറിയും. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കണത് കാണാം. ചിലപ്പോൾ അറിയാതെ കണ്ട് ഹരേ ഹരേ എന്ന് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കണ ശബ്ദം കേൾക്കാം.
ചിലപ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകണത് കാണാം. ചിലപ്പോൾ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അറിയാതെ അങ്ങോട്ട് കീർത്തനം പാടിയെന്നും വരാം. കീർത്തനം പാടാനിരുന്നാൽ സമയം കടന്നു പോണത് പ്രഹ്ലാദന് അറിയില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭക്തിയിലങ്ങനെ അലിഞ്ഞലിഞ്ഞാണ് പ്രഹ്ലാദൻ കീർത്തനം പാടുക. ഈ മനസ്സിന് ശാന്തിയില്ലാത്ത ഒരാൾ കുറച്ചു നേരം പ്രഹ്ലാദന്റെ അടുക്ക ഇങ്ങനെ വന്ന് നിന്നാൽ മതി. എന്നാൽ നല്ല മനഃശാന്തി ആ ആൾക്ക് അനുഭവപ്പെടും. ദേവന്മാർക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി. ഇങ്ങനൊരു ഭക്തി കണ്ടിട്ടില്ല. ഈ 3 വയസ്സായ ഒരാൾക്ക് പോലും ഇങ്ങനെ. അവരെ ഇടയ്ക്കിടയ്ക്ക് സജ്ജനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിക്കാറുണ്ട്. ദേവന്മാരുടെ ശത്രു വിഭാഗത്തിലാണ് അസുരന്മാർ പെടുക. എന്നാൽ എന്താ, സജ്ജനങ്ങളുടെ ഭക്തന്മാരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ആദ്യം ദേവന്മാർ ഗണിക്കാറുള്ളത് പ്രഹ്ലാദൻ എന്നാണ്. ആദ്യത്തെ ഫസ്റ്റ് ആയിട്ട് യം സാധുഗാഥാ സദസി. കാരണം ശത്രുക്കളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ്, അത്ര വലിയ ഭക്തനായിട്ടാണ് പ്രഹ്ലാദൻ വളർന്നു വന്നത് എന്നർത്ഥം. 3-3.5 വയസ്സ് ഇത്രയേ ആയിട്ടുള്ളൂ. ഹിരണ്യകശിപു ഇത് ശ്രദ്ധിച്ചു. മഹാവിഷ്ണു ഇന്ന് ജീവിച്ചിരിക്കണില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് മൂക്കിന് താഴെ മഹാവിഷ്ണുവിന്റെ ഭക്തനായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നു. ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഗുരുനാഥനായ ശുക്രമഹർഷിയുടെ അടുക്ക ചെന്ന് വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ഭാവിയിൽ എല്ലാം ശുഭമായിട്ട് അങ്ങനെ അവസാനിച്ചോളും. ഇപ്പോ പ്രഹ്ലാദന് 3-4 വയസ്സായില്ലോ, വിദ്യാഭ്യാസം തുടങ്ങാറായി. എന്നാൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് ഹിരണ്യകശിപു. ശുക്രമഹർഷി പറഞ്ഞു, എൻ്റെ പുത്രന്മാരുണ്ട് ശണ്ടാമർക്കന്മാർ, അവരടുത്ത് എത്തിച്ചോളൂ, അവര് പ്രഹ്ലാദിന് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തോളും. എന്നാ അങ്ങനെ മതി നിശ്ചയിച്ചു. അങ്ങനെ ശണ്ടാമർക്കന്മാരാകുന്ന ഗുരുനാഥന്മാരുടെ അടുത്ത് പ്രഹ്ലാദിനെ എത്തിച്ചു ഹിരണ്യകശിപു. പ്രത്യേകം അവരെ ഏൽപ്പിച്ചു, ഇവനിങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചില പാട്ട് പാടുക, മിണ്ടാണ്ടിരിക്കുക, ഈ മാതിരി ഓരോ സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണോ ഇവന് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആയിക്കോളാം എന്ന് ഗുരുനാഥന്മാരെ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രഹ്ലാദനുണ്ട് സമപ്രായക്കാരായ അനവധി അസുരബാലന്മാരുണ്ട്. എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഗുരുനാഥന്മാർ ഓരോരോ പാഠങ്ങൾ കൊടുക്കാൻ തുടങ്ങി. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.